പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ലെസൺ നത്തിങ് ട്വൈസ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട ഏതാനും ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് എലിമെൻറ്റ്സ് ആക്ടിവിറ്റീസും നൽകിയിട്ടുണ്ട്. അവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത് various sensory images such as visual, auditory, olfactory, kinesthetic and tactile images. A paragraph about the imagery used in the poem. A detailed worksheet on the poem. An appreciation note of the poem using the details in the worksheet. ഈ വീഡിയോ അല്പം ലെങ്തി ആയേക്കാം. വിദ്യാർത്ഥികളും അധ്യാപകരും സഹകരിക്കുക. ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന വീഡിയോ പാർട്ട് 1 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന ക്യാപ്ഷനിൽ ആക്ടിവിറ്റി 1. പോയറ്റ്സ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമേജസ് ടു എൻഹാൻസ് ദ മീനിങ് ഓഫ് പോയംസ്. കവികൾ കവിതയുടെ ആശയവും അർത്ഥതലങ്ങളും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വിവിധങ്ങളായിട്ടുള്ള സെൻസറി ഇമേജുകൾ ഉപയോഗിക്കാറുണ്ട്. ദിസ് ക്യാൻ ബി വിഷ്വൽ, ഓഡിറ്ററി, ഒൾഫാക്ടറി, ടാക്ടൈൽ, ഗസ്റ്ററ്റോറി, കിനസ്തെറ്റിക് എറ്റ്സെട്ര. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ഭാവനാചിത്രങ്ങൾ അക്ഷരങ്ങളിലൂടെ വരികളിലൂടെ തീർക്കാൻ കവികൾക്ക് സാധിക്കും. A few examples from the poem Nothing Twice are given below. നത്തിങ് ട്വൈസ് എന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതാനും ഇത്തരത്തിലുള്ള ഇമേജുകളുടെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിഷ്വൽ, അപ്പീലിംഗ് ടു സെൻസ് ഓഫ് വിഷൻ, നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇമാജിനറി ഇമേജുകൾ. റോസ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മുടെ ഭാവനയിൽ ആ ചിത്രം കൊണ്ടുവരുന്നു. ഓഡിറ്ററി, സെൻസ് ഓഫ് ഹിയറിംഗ്, നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ചില ഇമേജുകളാണ് സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന് സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം. നിങ്ങളുടെ പേര് ഉച്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് നമുക്കും കേൾക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി. ദെൻ ഒൾഫാക്ടറി, സെൻസ് ഓഫ് സ്മെൽ, നമ്മുടെ സ്മെല്ലുമായി ബന്ധപ്പെട്ട ചില ഇമേജുകൾ. ഇതിൽ സെൻറ്റ് ഓഫ് റോസിൻ്റെ ആ സെൻറ്റ്, ഫ്രാഗ്രൻസ് നമുക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ദെൻ കിനസ്തെറ്റിക്, സ്പീഡ് ഓർ മൂവ്മെൻറ്റ്, ചലനം, വേഗം, ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലീറ്റിംഗ് ഡേ, അതിവേഗം കടന്നു പോകുന്ന ദിനം. അതുപോലെ തന്നെ എ റോസ് വാസ് ഫ്ലങ് ഇൻ ടു ദ റൂം, അതിവേഗം അല്ലെങ്കിൽ ഒരു പൂവ് റോസ് റൂമിലേക്ക് എറിയുന്നു എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്നും ഫ്ലങ്, ആ മൂവ്മെൻറ്റും നമ്മുടെ ഭാവനയിൽ ഒരു കിനസ്തെറ്റിക് ഇമേജ് സൃഷ്ടിക്കും. ദെൻ ടാക്ടൈൽ ഇമേജ് അഥവാ സെൻസ് ഓഫ് ടച്ച്, സ്പർശനവുമായി ബന്ധപ്പെടുന്ന ഇമേജുകൾ. കിസ്സസ് എന്നുള്ള പ്രയോഗം സ്പർശന ഇമേജുകളെ, ടാക്ടൈൽ ഇമേജുകളെ സൃഷ്ടിക്കുന്നു. വിവിധങ്ങളായ ഇമേജുകളിൽ പെടുന്നതാണ് ഗസ്റ്ററ്റോറി ഇമേജുകൾ. സെൻസ് ഓഫ് ടേസ്റ്റ്, നമ്മുടെ രുചി സെൻസ് ചെയ്യാനുള്ള അത്തരം രുചികളുമായി ബന്ധപ്പെട്ട ഇമേജുകളാണ്. ഈ കവിതയിൽ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ഗസ്റ്ററ്റോറി ഇമേജിന് ഇല്ല. ദെൻ നൗ ലിസ്റ്റ് ദി ഇൻസ്റ്റൻസസ് ഓഫ് ഇമേജറി ആൻഡ് മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഇൻ ദ പോം. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇവിടെ വിശദീകരിച്ചിരിക്കുന്ന ഈ ഇമേജുകൾ, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജുകളുടെ പ്രാധാന്യം ഓരോന്നോരോന്നായി ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് 24 കാണുക. ആദ്യം വിഷ്വൽ ഇമേജിൻ്റെ ഉദാഹരണങ്ങൾ. റോസ് വിത്ത് ഓൾ ഹ്യൂ, എല്ലാ വർണ്ണങ്ങളും നിറഞ്ഞ റോസ് പുഷ്പം. അതുപോലെ തന്നെ ക്ലോക്ക് എന്നുള്ളതും ഒരു വിഷ്വൽ ഇമേജാണ്. ആദ്യം റോസ് വിത്ത് ഓൾ ഹ്യൂ. ദ ബ്യൂട്ടി ആൻഡ് ഫ്രാഗ്രൻസ് ഓഫ് എ റോസ് ആർ നെവർ പെർമനൻറ്റ്. ഒരു റോസ് പുഷ്പത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ ഫ്രാഗ്രൻസും ഒരിക്കലും പെർമനൻ്റ് അല്ല, സ്ഥിരമായി നിൽക്കുന്നതല്ല. സിംബലൈസിങ് ദി ഇംപെർമനൻസ് ഓഫ് അവർ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇത്തരമൊരു പ്രയോഗത്തിലൂടെ കവി അവതരിപ്പിക്കുന്നത്
നമ്മുടെ വ്യക്തികളുടെ ഇമോഷൻസ്, മാനസിക വികാരങ്ങൾ ആൻഡ് എക്സ്പീരിയൻസസ്, ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഇംപെർമനൻ്റ് ആണ്, നശ്വരമാണ്, ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നതല്ല. ആസ് വെൽ ആസ് ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ടൈം, അതുപോലെ തന്നെ കാലത്തിൻ്റെ അതിവേഗം ഉള്ള കടന്നുപോക്ക്. ഇതൊക്കെയാണ് റോസ് വിത്ത് ഓൾ ഹ്യൂ എന്നുള്ള വിഷ്വൽ ഇമേജ് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം അതാണ്. മറ്റൊന്ന് ക്ലോക്ക് എന്നുള്ള വിഷ്വൽ ഇമേജ്. എ ക്ലോക്ക്സ് ഹാൻഡ്സ് മൂവ് ഫോർവേഡ് ഇൻഡിക്കേറ്റിംഗ് ദ കോൺസ്റ്റൻറ്റ് ആൻഡ് റാപ്പിഡ് പാസേജ് ഓഫ് ടൈം. ഒരു ക്ലോക്കിലെ അതിൻ്റെ സൂചികൾ അതെപ്പോഴും മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് കോൺസ്റ്റൻറ്റ് ആൻഡ് റാപ്പിഡ് പാസേജ് ഓഫ് ടൈം, സ്ഥിരമായിട്ടും എന്നാൽ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്ന കാലം, സമയം, അതിൻ്റെ കടന്നുപോക്കിനെയാണത് സൂചിപ്പിക്കുന്നത്. ദെൻ ഓഡിറ്ററി ഇമേജ് കവിതയിൽ ഉപയോഗിച്ചിരുന്നു കാൺട്ട് റിപ്പീറ്റ് ദ ക്ലാസ്. നമുക്ക് ആ ക്ലാസ് വീണ്ടും ആവർത്തിക്കാൻ കഴിയില്ല. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില നിർദ്ദേശങ്ങൾ, വിശദീകരണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. അവിടെ ശബ്ദമുണ്ട്. ആ ശബ്ദം ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയും ഇൻസ്ട്രക്ടറുടെയും എല്ലാം തന്നെ ശബ്ദം നമുക്കും കേൾക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി. ഓഡിറ്ററി ഇമേജസ് സ്പെയറിംഗ്ലി യൂസ്ഡ് ഇൻ ദിസ് പോയം. എന്നാൽ വ്യാപകമായിട്ട് ഓഡിറ്ററി ഇമേജുകൾ ഈ കവിതയിൽ കാണാൻ സാധ്യമല്ല. ദ ഫ്രേസ് യു കാൺട്ട് റിപ്പീറ്റ് ദ ക്ലാസ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ആ പ്രയോഗം എംഫസൈസസ് ദാറ്റ് ലൈഫ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ്. ക്ലാസ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ജീവിതമാണ്. അതൊരിക്കലും നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ലൈഫ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ്. ജീവിതം എന്നുള്ളത് ഒരൊറ്റ പ്രാവശ്യം മാത്രം ലഭ്യമാകുന്ന ഒരു അനുഭവമാണ്. വൈൽ അതുപോലെ തന്നെ സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം ഹൈലൈറ്റ്സ് ദി ഇൻറ്റിമേറ്റ് യെറ്റ് ഇംപെർമനൻറ്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മറ്റൊരു ഓഡിറ്ററി ഇമേജിന് ഉദാഹരണമായി കാണാവുന്നതാണ് മെൻഷൻസ് യുവർ നെയിം, നിങ്ങളുടെ പേര് പറയുക, ഉച്ചരിക്കുക. സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം എന്ന കവിതയിലെ വരി ഹൈലൈറ്റ്സ്, അത് ഉയർത്തി കാണിക്കുന്നത് ഇൻറ്റിമേറ്റ് ഇംപെർമനൻറ്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യൻ്റെ വളരെ മാനസിക അടുപ്പമുള്ള എന്നാൽ ഇംപെർമനൻ്റ് ആയിട്ടുള്ള, അസ്ഥിരമായിട്ടുള്ള, ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കാത്ത മനുഷ്യ ബന്ധങ്ങളെയാണ്. നെക്സ്റ്റ് ഒൾഫാക്ടറി ഇമേജ്. റോസ് വിത്ത് ഓൾ സെൻറ്റ് എന്നുള്ള പ്രയോഗം ഒൾഫാക്ടറി ഇമേജിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. ദ ഫ്രാഗ്രൻസ് ഓഫ് എ റോസ് ഈസ് എക്സ്ട്രീംലി ഇംപെർമനൻറ്റ്. ഏതൊരു പുഷ്പത്തിൻ്റെയും ഫ്രാഗ്രൻസ്, അതിൻ്റെ സുഗന്ധം എന്നുള്ളത് താൽക്കാലികമാണ്, ഇംപെർമനൻ്റ് ആണ്, അസ്ഥിരമായ ഒന്നാണ്. ദി എക്സ്പ്രഷൻ എ റോസ് വിത്ത് ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ് എന്ന കവിതാ വരി ആപ്റ്റ്ലി സിംബലൈസസ്, വളരെ ആപ്റ്റായിട്ട് തന്നെ അതിലൂടെ പ്രതിനിധീകരിക്കുന്നത് ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ഇമോഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നമ്മുടെ ബന്ധങ്ങൾ, ഇമോഷൻസ്, മാനസിക വികാരങ്ങൾ, എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ, ഇതെല്ലാം വളരെയധികം ട്രാൻസിയൻ്റാണ്, പെട്ടെന്ന് തന്നെ മാറ്റത്തിന് വിധേയമാകുന്ന, പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നാണെന്ന് ഈ ഇമേജിലൂടെ കവി എക്സ്പ്രസ് ചെയ്യുന്നു, അത് പ്രതിനിധീകരിച്ച് പറയുന്നു. നെക്സ്റ്റ് കിനസ്തെറ്റിക് ഇമേജ്. ആസ് ഇഫ് എ റോസ് വർ ഫ്ലങ്, ഒരു പുഷ്പം എറിയപ്പെടുന്ന പോലെ എന്നുള്ള പ്രയോഗം. അതുപോലെ തന്നെ ഫ്ലീറ്റിംഗ് ഡേ, അതിവേഗം കടന്നു പോകുന്ന ദിനം, ദിവസം. ഇതെല്ലാം തന്നെ സ്പീഡ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്നുള്ള ഒരവസ്ഥയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൻ്റെ കവിതയിലെ പ്രാധാന്യം. കിനസ്തെറ്റിക് ഇമേജ് റെപ്രസെൻറ്റ് സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ്. നേരത്തെ മനസ്സിലാക്കിയതുപോലെ വളരെ വേഗമുള്ള ചലനത്തെയാണ് ഇത്തരം ഇമേജുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ പോയറ്റ് ഡെലിബറേറ്റ്ലി യൂസസ് ദ ടേം ഫ്ലങ് ടു ഇൻഡിക്കേറ്റ് ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഓഫ് വേരിയസ് ഇമോഷൻസ്. ഒരു റോസ് പുഷ്പം മുറിയിലേക്ക് വലിച്ചെറിയുന്നു എന്ന അർത്ഥം വരുന്ന ഫ്ലങ് എന്നുള്ള ആ വേർഡ് വളരെ ഡെലിബറേറ്റായിട്ട്, ഉദ്ദേശത്തോടു കൂടിയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ഫാസ്റ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കുന്നത് ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് അവർ വേരിയസ് ഇമോഷൻസ്,
നമ്മുടെ വ്യത്യസ്തങ്ങളായ മാനസിക വികാരങ്ങൾ അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ വളരെ ട്രാൻഷ്യൻ്റാണ്, അതിവേഗം കടന്നു പോകുന്നതാണെന്ന് കാണിക്കാനാണ് അത്തരമൊരു വേർഡ് തന്നെ ഉപയോഗിച്ചത്. ആൻഡ് ഫ്ലീറ്റിംഗ് ഡേ, അതിവേഗം കടന്നു പോകുന്ന മാഞ്ഞു പോകുന്ന ദിനം എന്ന പ്രയോഗം ഹൈലൈറ്റ്സ് ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം, അതിവേഗം കടന്നു പോകുന്ന കാലം ആണതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ടാക്ടൈൽ ഇമേജ്. ടാക്ടൈൽ ഇമേജ് നമ്മുടെ സെൻസ് ഓഫ് ടച്ചുമായി ബന്ധപ്പെടുന്ന ഒരു ഇമേജാണ്. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് എന്ന കവിതയിലെ പ്രയോഗത്തിൽ ആ എക്സ്പ്രഷനിൽ കിസ്സസ് എന്നുള്ള പ്രയോഗം സോഫ്റ്റ് ടച്ച് ഫീലിങ്ങിനെ പ്രതിനിധീകരിക്കുന്നു. ദ ടേം കിസ്സസ് ഇവോക്സ് എ സെൻസ് ഓഫ് സോഫ്റ്റ് ടച്ച് ആൻഡ് ദ ട്രാൻഷ്യൻ നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളുടെ പൊടുന്നനെയുള്ള കടന്നുപോക്കും അതിൻ്റെ ആ ഒരു സ്വഭാവവും കിസ്സസ് എന്നുള്ള സോഫ്റ്റ് ടച്ച് ഫീലിങ്ങിലൂടെ കൊണ്ടുവരാൻ കവി ശ്രമിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗിവൺ ഓൺ ടെക്സ്റ്റ് ബുക്ക് പേജ് 24. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ഇമേജറി ഇൻ ദ പോം. ഈ കവിതയിൽ ഇവിടെ നാം വിശദീകരിച്ച ഓരോ ഇമേജും അതിൻ്റെ ഉദാഹരണവും അവയുടെ പ്രാധാന്യവും എല്ലാം തന്നെ ഒരു പാരഗ്രാഫിലേക്ക് വിശദീകരിച്ച് എഴുതുക. എല്ലാം നേരത്തെ മലയാളത്തിൽ വിശദീകരിച്ചതായതിനാൽ ഈ പാസേജ് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്, വീണ്ടും വിശദീകരിക്കുന്നില്ല. Imagery in Nothing Twice. In Wisława Szymborska's poem Nothing Twice, various sensory images highlight the fleeting nature of life and emotions. The rose with all hue and rose with all scent symbolize how beauty and fragrance, like our feelings and experiences, are not permanent. The clock's hands moving forward illustrate the relentless passage of time. The auditory expressions, "You can't repeat the class," and some idle tongue mentions your name, emphasize that life is a one-time journey and human relationships, though intimate, are temporal. The kinesthetic image, as if a rose were flung, portrays the swift and fleeting moments of life. Lastly, the tactile image, with smiles and kisses, evokes the tender and transient nature of human connections. Through these vivid images, Szymborska conveys the transient and ever-changing essence of our experiences and emotions. Now, move on to activity 2, given on textbook page 25. Complete the following worksheet. ഒരു വർക്ക്ഷീറ്റ് നൽകിയിട്ടുണ്ട്, അത് അനുയോജ്യമാം വിധം പൂർത്തീകരിച്ച് എഴുതുക. വർക്ക്ഷീറ്റിൽ ആദ്യം നൽകിയിരിക്കുന്നത് ടൈറ്റിൽ ഓഫ് ദ പോം നത്തിങ് ട്വൈസ്, ദെൻ ഇൻട്രൊഡക്ഷൻ, എബൌട്ട് ദ പോയറ്റ്, പോയറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുക. വിസ്ലാവ സിംബോസ്ക, renowned Polish poet. She was awarded the Nobel Prize in Literature in 1996. Then introductionil, theme of the poem, ഈ കവിതയുടെ ആശയം. The poem explores the rapid passage of time. പല പ്രാവശ്യം വിശദീകരിച്ച പോലെ കാലത്തിൻ്റെ അതിവേഗമുള്ള കടന്നുപോക്കിനെയാണ് ഈ കവിതയുടെ ആശയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, the transience of memories and the uniqueness of each moment and individual. ഓരോരുത്തരുടെയും ഓർമ്മകളും അനുഭവങ്ങളും അതിൻ്റെ ട്രാൻഷൻസ്, അതിവേഗമുള്ള മാറ്റം. ദെൻ ഓരോ നിമിഷത്തെയും ഓരോ വ്യക്തികളുടെയും അതുല്യത, യുണീക്നെസ്, റിമൈൻഡിങ് അസ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ പ്രസൻറ്റ്. നമുക്ക് വർത്തമാനകാലം നാം ആസ്വദിച്ച് അതിൽ നിന്നും മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന രൂപത്തിലാണ് കാലത്തിൻ്റെ കടന്നുപോക്ക് മാനുഷിക ബന്ധങ്ങളുടെയും മനുഷ്യൻ്റെ മാനസിക വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും എല്ലാം ട്രാൻഷൻസ്, നശ്വരത, ഇതെല്ലാം ആശയമായിട്ട് കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത്. Then, summary of the poem. The poem emphasizes that life is full of unique moments that do not repeat normally. മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് അതുല്യമായ ഒട്ടനവധി മുഹൂർത്തങ്ങളാൽ നിറഞ്ഞതാണ്. അതൊരിക്കലും തന്നെ ആവർത്തിക്കാൻ സാധിക്കുന്നില്ല. We enter and leave the world without any rehearsal. നാം ഈ ലോകത്തേക്ക് ജീവിക്കാൻ വരുന്നതും അവസാനം ലോകം വിട്ടു പോകുന്നതും എല്ലാം തന്നെ മറ്റൊരു റിഹേഴ്സൽ ഇല്ലാതെയാണ്. ഒരു വൺ ടൈം പ്രോസസ്സിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതവും മരണവും. ആൻഡ് വി ഡു നോട്ട് ഗെറ്റ് ദ കോഴ്സ് ഓഫ് ലൈഫ് ട്വൈസ്. ജീവിതത്തിൻ്റെ കോഴ്സ്, ജീവിതം, അത് 2 വട്ടം ആർക്കും ലഭിക്കില്ല.
ഈച്ച് ഡേ ബ്രിങ്സ് ന്യൂ എക്സ്പീരിയൻസസ്. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ കൊണ്ടുവരുന്നു. ആൻഡ് ദി എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് വി ഹാവ് കനോട്ട് ബി എക്സാക്ട്ലി റെപ്ലിക്കേറ്റഡ്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ മാനസിക വികാരങ്ങളും ഒരുപോലെ ഒരിക്കലും മറ്റൊരവസരത്തിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനും സാധിക്കില്ല. സോ ദ പോയം urges us to make the most of the present. അതുകൊണ്ടാണ് കവിത നമ്മോട് ശക്തമായി ആവശ്യപ്പെടുന്നത് വർത്തമാനകാല ലഭ്യമായ മുഹൂർത്തങ്ങളെ ആവോളം ഉപയോഗപ്പെടുത്തുക, ആസ്വദിക്കുക. മെൻഷനിങ് ദി നെയിം ഓഫ് someone beloved to us can bring joy. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരുച്ചരിക്കുന്നത് പോലും നമുക്ക് സന്തോഷം കൊണ്ടുവരും. ലൈക്ക് എ റോസ് fills a room with color and fragrance. ഒരു റോസ് പുഷ്പം അതിൻ്റെ മനോഹാരിത കൊണ്ടും മനോഹരമായ വർണ്ണം കൊണ്ടും അതിൻ്റെ ഫ്രാഗ്രൻസ് സുഗന്ധം കൊണ്ടും ഒരു റൂമിൽ അത് നിറക്കുന്ന പോലെ, മനോഹാരിതയും സുഗന്ധവും ഒരു റൂമിൽ നിറക്കുന്ന പോലെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരുടെ പേരുകൾ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത്. The poem encourages living in the present without fearing or worrying about the fleeting days. ഈ കവിത നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രസൻറ്റിൽ വർത്തമാനകാലത്ത് ലഭ്യമായ മുഹൂർത്തങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ജീവിക്കാനാണ്. വിതൗട്ട് ഫിയറിംഗ് ഓർ വറിയിങ് എബൌട്ട് ദ ഫ്ലീറ്റിംഗ് ഡേയ്സ്. അതിവേഗം കടന്നു പോകുന്ന ദിനങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടാതെയും ദുഃഖിക്കാതെയും. While experiences and emotions are unique to each individual, people can still find harmony. ഓരോ വ്യക്തിയുടെയും വികാരങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യർക്ക് എപ്പോഴും ഹാർമണിയിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും. Much like two similar but distinct drops of water. ഒരുപോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ വ്യത്യസ്തമായ രണ്ട് എൻറ്റിറ്റിയായ വെള്ളത്തുള്ളികളെപ്പോലെ തന്നെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും അവ രണ്ടും രണ്ടാണ് എന്നതുപോലെ വ്യത്യസ്തരെങ്കിലും ഒരുമിച്ച് ജീവിക്കാനും ഒരേ വികാരങ്ങൾ പങ്കുവെക്കാനും മനുഷ്യർക്കും കഴിയും. അങ്ങനെ വർത്തമാനകാലത്തിൽ ജീവിക്കാനാണ് ഈ കവിത നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. Then structure of the poem. The poem has 7 quatrains. Quatrain means 4-line stanza. ഒരു ക്വാട്രെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്റ്റാൻസയാണ്, അതിൽ 4 വരികളായിരിക്കും. അത്തരത്തിലുള്ള 7 quatrains അഥവാ 7 4-line stanzas ആണ് ഈ കവിതയുടെ സ്ട്രക്ചർ. 7 stanzas of 4 lines each with a consistent rhyme scheme of A-B-A-B. വളരെ സ്ഥിരമായ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു റൈം സ്കീമും ഈ കവിതക്കുണ്ട്. A-B-A-B എന്നിങ്ങനെയാണത്. First line rhymes with the third line, the second line rhymes with the fourth line എന്നിങ്ങനെ. Now, poetic devices. വിവിധങ്ങളായിട്ടുള്ള poetic devices, figures of speech കൊണ്ട് സമ്പന്നമാണ് ഈ കവിത. ആദ്യം alliteration. Alliteration എന്നുള്ളത് വളരെ അപൂർവമായിട്ട് ഈ കവിതയിൽ കാണുന്നുണ്ടോ. Alliteration is only sparingly used in this poem. വളരെ വ്യക്തമായിട്ടുള്ള അടുത്തടുത്ത പദങ്ങളിൽ alliteration നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഒട്ടനവധി വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് no two nights will teach one breezes എന്ന ലൈനിൽ to teach എന്നിങ്ങനെ 2 സൗണ്ടുകളുടെ ആവർത്തനം. മറ്റൊന്ന് the next day though the സൗണ്ടുകൾ. I feel as if a rose were flung സൗണ്ടുകളുടെ repetition. Why do we treat the fleeting day, do and day, with so much needless fear and sorrow, so and sorrow? It is in its nature not to stay. Nature and not. സൗണ്ടുകളുടെ repetition. Today is always gone tomorrow. soundsന്റെ repetition. With smiles and kisses we prefer സൗണ്ടുകളുടെ repetition alliteration തീർക്കുന്നു. Although we are different, we concur. We are and we സൗണ്ടുകളുടെ repetition. നെക്സ്റ്റ് assonance. Assonance എന്നുള്ളത് repetition of vowel സൗണ്ടാണ്. സിമിലർ vowel സൗണ്ടുകളുടെ ആവർത്തനം. Can happen, long a sound. Chance, practice, അവിടെയും long a sound. Some, tongue, ആ സൗണ്ടുകളുടെ repetition. Days, yesterday, a സൗണ്ടുകളുടെ ആവർത്തനം. Bliss is, ഈ സൗണ്ടിൻ്റെ repetition. Treat, fleeting, see, beneath, long, is സൗണ്ട്സ് ആവർത്തിക്കപ്പെടുന്നു.
ഇങ്ങനെ ഏതാനും ആസനൻസ് എക്സാമ്പിൾസും ഈ കവിതയിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, റൈം സ്കീം ഓഫ് ദ പോം. നേരത്തെ പറഞ്ഞ പോലെ എ ബി. ദെൻ റൈമിംഗ് വേർഡ്സ്. ട്വൈസ്, ഇംപ്രൊവൈസ്. ഈസ്, പ്രാക്ടീസ്. ഡമ, സമ. ഡാൻസ്, വൺസ്. യെസ്റ്റർഡേ, വേ. ഈസ്, kisses. Turn, flung. Accident, sent. Me, be. Clock, wrong. Day, stay. Sorrow, tomorrow. Prefer, concur. Star, on. ഇതെല്ലാം ഈ കവിതയിലെ റൈമിംഗ് വേർഡ്സ് ആണ്. ദെൻ ഇമേജസ്. വിഷ്വൽ ഇമേജ്. എ റോസ് വിത്ത് ഓൾ ഹ്യൂ, ദ ക്ലോക്ക്. നേരത്തെ വിശദീകരിച്ചതാണ്. Then auditory image. Can't repeat the class. Mention your name. Can't repeat the class. Mention your name. ഇതെല്ലാം auditory ഇമേജുകളാണ്. Kinesthetic. As if a rose were flung into the room. Speed, അതല്ലെങ്കിൽ ഫാസ്റ്റ് മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഇമേജ്. Then tactile image. Sense of touch. Kisses. ഇനി ഏതാനും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പരിശോധിക്കാം. സിമിലി. കമ്പാരിസൺ യൂസിങ് ആസ് ഓർ ലൈക്ക്. ഓൾദോ വി ആർ ഡിഫറെൻറ്റ് വി കൺകർ, ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ. മനുഷ്യരുടെ ബന്ധം, മനുഷ്യർ വ്യത്യസ്തരെങ്കിലും ഒരുമിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായ 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ, ആസ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഡ്രോപ്സ് ഓഫ് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ദെൻ മെറ്റഫോർ. The rose implies the beauty, memories and emotions. റോസ് എന്നുള്ളത് ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ തന്നെയാണ്, ഒരു സിമ്പിളാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മനോഹാരിത, മനുഷ്യരുടെ ഓർമ്മകൾ, മാനസിക വികാരങ്ങൾ ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ്, ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസണായി ആണ് ഇവയുമായിട്ട് ആ പ്രതീകത്തിനുള്ളത്. ദെൻ ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ് എന്നുള്ള ലൈനിൽ കോഴ്സ് എന്നുള്ളത് ലൈഫ് ഈസ് എ വൺ ടൈം പ്രാക്ടീസ്. കോഴ്സ് ലൈഫായിക്കൊണ്ട് അതൊരിക്കൽ മാത്രമേ നൽകപ്പെടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ലൈഫ് ഈസ് എ വൺ ടൈം പ്രാക്ടീസ് ദാറ്റ് വി ഗെറ്റ്. നമുക്ക് ലഭിക്കുന്ന ഒരൊറ്റ തവണ പ്രാക്ടീസാണ് ലൈഫ്. ഇവിടെയും ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ കാണാവുന്നതാണ്. ദെൻ വളരെ പ്രകടമായിട്ട് തന്നെ ഇത് സിംബലിസത്തിൽ കാണാവുന്നതാണ്. സിംബലിസം, പ്രതീകങ്ങൾ. The rose symbolizes beautiful and memorable moments. The clock represents the passage of time and the transient nature of memories and experiences. 2 പ്രതീകങ്ങളാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന്, റോസ് മനുഷ്യജീവിതത്തിൻ്റെ അതിലെ ഭംഗിയും നമ്മുടെ ഓർമ്മകളും എല്ലാം തന്നെ അത് പ്രതിനിധീകരിക്കുന്നതിൻ്റെ ബ്യൂട്ടി ആൻഡ് മെമ്മറീസ്. ദെൻ ക്ലോക്ക് എന്നുള്ള പ്രതീകം പല പ്രാവശ്യം വിശദീകരിച്ച പോലെ തന്നെ ട്രാൻഷ്യൻ്റ് നേച്ചർ ഓഫ് മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. കാലത്തിൻ്റെ കടന്നുപോക്കിനോടൊപ്പം തന്നെ ദ പാസേജ് ഓഫ് ടൈം, കാലത്തിൻ്റെ സമയത്തിൻ്റെ കടന്നുപോക്കിനോടൊപ്പം തന്നെ മനുഷ്യരുടെ അനുഭവങ്ങളുടെയും മാനസിക വികാരങ്ങളുടെയും നൈമിഷികതയും നശ്വരതയും പ്രതിനിധീകരിക്കുന്ന ഇമേജാണ് അഥവാ സിംബലാണ് ക്ലോക്ക്. Another figure of speech, paradox, വിരോധാഭാസം. Although we are different, we concur എന്ന വരിയിൽ നാം വ്യത്യസ്തരെങ്കിലും നാം concur, യോജിക്കുന്നു, we agree എന്ന ആശയം കൊണ്ടുവരുമ്പോൾ മനുഷ്യർ വ്യത്യസ്തരാണ് എന്നാൽ യോജിക്കുന്നു. ഒരേ വരിയിൽ വിപരീതാശയങ്ങളെ തീർത്തുകൊണ്ട് അതിമനോഹരമായി പാരഡോക്സിൻ്റെ ഒരു എക്സാമ്പിൾ തീർത്തിരിക്കുകയാണ് ഈ വരിയിൽ. The idea that 2 people can be both different and similar is paradoxical. 2 വ്യക്തികൾക്ക് വ്യത്യസ്തരാകാം, അതോടൊപ്പം തന്നെ സിമിലർ ആകാം എന്നുള്ളത് തികച്ചും പാരഡോക്സിക്കലാണ്, വിരോധാഭാസം നിറഞ്ഞ ഒരു പ്രയോഗമാണ്. which emphasizes the complexity of human relationship. ഇത്തരം ഒരു പാരഡോക്സിലൂടെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളാണ് ഊന്നി പറയുന്നത്. ദെൻ സിനക്ഡക്കി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പാർട്ട് റിഫേഴ്സ് ടു എ ഹോൾ തിങ്. ഒരു പൂർണ്ണമായ വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു അവയവം മാത്രം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനിലേക്ക് എത്തുക. ഏതെങ്കിലും ഒരു പൂർണ്ണമായ വസ്തുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട വേർപ്പെടുത്താത്ത അതിൻ്റെ ഒരു ഭാഗം മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് ആ പൂർണ്ണതയിലേക്ക്
സങ്കല്പിക്കുന്ന പ്രയോഗമാണ് സിനക്ഡക്കി. ഉദാഹരണത്തിന് സം ഐഡൽ ടങ്. ടങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫേഴ്സ് ടു സം ഐഡൽ പീപ്പിൾ, ഏതോ ചില വ്യക്തികൾ എന്നർത്ഥത്തിലാണ്. ദെൻ പേഴ്സണിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാം, മനുഷ്യനല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ ഗുണങ്ങളെ സങ്കല്പിച്ച് പറയുന്ന പ്രയോഗരീതി. നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ. ഒരു ദിനവും മറ്റൊരു ദിനത്തെ ഇന്നലെയെ കോപ്പി ചെയ്യുന്നില്ല. കോപ്പി ചെയ്യുക, പകർത്തുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഡേ എന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡേക്ക് ഒരു പേഴ്സൻ്റെ ക്വാളിറ്റി സങ്കല്പിച്ച് പറയുന്നതാണ് പേഴ്സണിഫിക്കേഷൻ. ദെൻ നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലസ്സീസ്. 2 രാത്രികൾ ഒരിക്കലും ഒരേപോലെ പഠിപ്പിക്കില്ല എന്താണ് ബ്ലിസ്, ഹാപ്പിനെസ് എന്നുള്ളത്. 2 രാത്രിയിൽ ഒരേപോലെ ഹാപ്പിനെസ് ലഭിക്കില്ല എന്ന് പറയുന്നിടത്ത് നൈറ്റ്സ് വിൽ ടീച്ച്, രാത്രി പഠിപ്പിക്കുക, ഒരു ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യുന്ന പോലെ അതൊരു ബുദ്ധിപരമായ പ്രവൃത്തിയാണ്, മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. നൈറ്റ്സ് അത് ചെയ്യുക എന്ന് പറയുമ്പോൾ പോയറ്റ് assumes the day has the ability to copy and the night to teach. പകലിന് കോപ്പി ചെയ്യാനും രാത്രിക്ക് പഠിപ്പിക്കാനുള്ളൊരു കഴിവ് കവി സങ്കല്പിച്ച് പറയുന്നതാണ്. പേഴ്സോണിഫിക്കേഷൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച്, rhetorical question. A rose, what could that be? Is it a flower or a rock? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, എന്നാൽ അതൊരു ചോദ്യരൂപത്തിൽ പറയുക എന്നുള്ളതാണ്. അതല്ലാതെ നാം ഒരു ആൻസർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആൻസർ പ്രതീക്ഷിക്കാത്ത എന്നാൽ ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് rhetorical question. Why do we treat the fleeting day with so much needless fear and sorrow? കവിതയിൽ ചോദിക്കുന്നുണ്ട്, അതിവേഗം കടന്നു പോകുന്ന ദിവസത്തെ നാം എന്തിനാണ് ഭയത്തോടെയും അനാവശ്യമായ ഭയത്തോടെയും ദുഃഖത്തോടെയും സമീപിക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിവേഗം കടന്നു പോകുന്ന ഒരു ദിവസത്തെ നാം ഭയത്തോടെയും ദുഃഖത്തോടെയും നോക്കേണ്ടതില്ല എന്ന് പറയാനുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആരുടെയും ആൻസർ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം പ്രയോഗമാണ് rhetorical question. Then, message of the poem. The poem Nothing Twice urges us to live in the present and make the most of each moment without brooding over the past or worrying about the future. വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊണ്ടോ കഴിഞ്ഞുപോയ പാസ്റ്റിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ടോ ദുഃഖിച്ച് ചിന്തിച്ചുകൊണ്ടോ വർത്തമാനകാലം നഷ്ടപ്പെടുത്തരുത്, വർത്തമാനകാലത്ത് ലഭ്യമായ മുഹൂർത്തത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ കവിതയുടെ സന്ദേശം. ടൈം ഇസ് ഫ്ലീറ്റിംഗ് ആൻഡ് വോണ്ട് വെയിറ്റ് ഓർ റിട്ടേൺ. കാരണം കാലം അതിവേഗം കടന്നു പോവുകയാണ്, ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല, തിരിച്ചു വരികയുമില്ല. ദെൻ യുവർ വ്യൂസ് ഓൺ ദ പോം. വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണിത്. ഓരോ വ്യക്തിക്കും ഈ കവിത വായിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിരുചിയായിരിക്കും ഉണ്ടാവുക. വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, യുവർ വ്യൂസ്, നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ ഔട്ട്ലുക്ക് എന്താണ്? കവിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മോഡൽ എന്ന രൂപത്തിലാണ് ഇവിടെ ഇത് നൽകുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ദ പോം നത്തിങ് ട്വൈസ് ബ്യൂട്ടിഫുള്ളി പോർട്രേസ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. കാലത്തിൻ്റെ അതിവേഗം ഉള്ള കടന്നുപോക്കിനെ അതിമനോഹരമായിട്ടാണ് ഈ കവിത ചിത്രീകരിക്കുന്നത്. ആൻഡ് ദ യുണീക്ക്നെസ് ഓഫ് ഈച്ച് മൊമെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ നിമിഷങ്ങളുടെയും വൈവിധ്യവും ഇതിലൂടെ കാണിക്കുന്നു. It reminds us to enjoy the present without worrying about the past and the future. ഭാവിയെക്കുറിച്ചും കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചും വറീഡാവാതെ പ്രസൻറ്റിൽ ജീവിക്കാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. No day and day's experiences and emotions can be replicated. ഒരു ദിവസവും ഓരോ ദിവസത്തെ അനുഭവങ്ങളും മാനസിക വികാരങ്ങളും നമുക്കൊരിക്കലും റിപ്ലിക്കേറ്റ് ചെയ്യാൻ, അഥവാ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അതിൻ്റെ ഒരു റെപ്പിറ്റേഷൻ സാധ്യമല്ല എന്നും ഈ കവിതയിലൂടെ പറയുന്നു. നെക്സ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, റൈറ്റ് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോം യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. ഈ വർക്ക്ഷീറ്റിൽ ഇതുവരെ നാം വിശദീകരിച്ച എല്ലാ പ്രധാന പോയിൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട്
ഈ കവിതയുടെ ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കുക. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഉദാഹരണസഹിതം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രീസിയേഷൻ നോട്ട് മലയാളത്തിൽ വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് സമയദൈർഘ്യം ഭയപ്പെട്ടതിനാൽ വായിച്ചു പോവുകയാണ്. Nothing twice, note of appreciation. Wisława Szymborska, a renowned Polish poet and Nobel Prize winner in literature, explores the fleeting nature of time and uniqueness of human experiences and emotions in Nothing Twice. The poem reminds us to make the most of the present moment without worrying about the passing days. It highlights a day's rejoice in mentioning a beloved's name, comparing it to a rose filling a room with fragrance. But the intensity of the emotions passes the next day, with the moment of the clock hands. Szymborska encourages living in the present, signifying the harmony among people despite their differences. The poet employs various poetic devices and figures of speech to enrich the meaning and enhance the structure of the poem. Alliteration is used sparingly, such as in "No two nights wait teach what bliss is." Insolence appears in expressions like "days yesterday" and "bliss is." The ABAB rhyme scheme is consistent throughout 7 quatrains of the poem, with rhyming words like twice, improvise, and is practice. The poem features similes such as comparing human differences to 2 drops of water, and metaphors like the course indicating life. Symbolism is seen with the rose representing memorable moments and the clock indicating the passage of time. Paradox is present in the line, "Although we are different, we conquer," emphasizing the complexity of relationships. Synecdoche appears in some idle tongue, referring to idle people, while personification is used in "No day copies yesterday, no 2 nights will teach what bliss is." Rhetorical questions like "Why do we treat the fleeting day with so much needless fear and sorrow?" enhance the poem's reflective tone. Additionally, Szymborska employs vivid imagery, including visual, the rose, the clock; auditory, "mention your name"; kinesthetic, as if a rose were flung; and tactile, kisses, to create a rich sensory experience. In summary, Nothing Twice beautifully portrays the tangible nature of time and the uniqueness of each moment and individual, urging us to make the most of the present without worrying about the past or future. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇവിടെ വിശദീകരിച്ച അപ്രീസിയേഷൻ നോട്ട്സ്, വർക്ക്ഷീറ്റ്സ് ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലെസണുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റീസ് തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.